ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു കസിൻ്റെ വീട് വരെയാണ് പോകുന്നത്. കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാപ്പൻ്റെ മോൻ്റെ അടുത്താണ്, ഒരു പോൾ ആൻഡ് പ്രിയ. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, ഏട്ടൻ പോയി വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. ഗൈസ്, അപ്പോൾ നമ്മൾ അബുദാബിക്ക് പോവാണ്. ഏട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഗൈസ്, ഈ ചെടികൾ നിൽക്കണുണ്ട്. നമ്മുടെ എറണാകുളത്ത് ഫോറം മാൾ വഴി പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ടന്റ് റോഡ് വഴി പോകുമ്പോഴേക്കും നമുക്ക് റോഡിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ചെടി വെച്ച് പിടിപ്പിച്ചേക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ പുല്ലില്ലേ, അതായത് ഈ വാല് പോലെ കിടക്കുന്ന പുല്ല്, ആ പുല്ലാണ് അത് സെൻറ്ററിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പക്ഷെ അത് നമുക്ക് നാട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് വലിയ വിലയില്ല, വെറും പുല്ലാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി, അത്രക്ക് ഭംഗിയാണ് നിൽക്കണ കാണാനായിട്ട്. പക്ഷെ അത് ഇന്നലെ വീഡിയോ എടുത്തതിൽ എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്നോ അതിൻ്റെ ഭംഗി അതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അത് പുല്ലാണെങ്കിലും അത് പുല്ലാന്ന് പറയൂല. പുറത്ത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളങ്ങനെ മനസ്സിലാക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞത് എന്തോ ഒരു ചെടിയാണെന്നേ വിചാരിക്കുള്ളൂ. ഗൈസ്, ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി കണ്ട്, അതാണ് ടൊയോറ്റോ സൂപ്പർ. നല്ല അടിപൊളിയല്ലേ, എന്താ ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്. ഗൈസ്, ഈന്തപ്പനി ഉണ്ടായിക്കോളൂ നോക്കിക്കോട്ടെ. ഗൈസ്, ഇവിടെ ഇപ്പോൾ പഴുത്ത് തുടങ്ങിയില്ല. എനിക്ക് എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ബ്രൗൺ കളറായി, നന്നായി പഴുത്ത് ഇപ്പോൾ പറിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, അതിൽ ഇത് കണ്ട മഞ്ഞ കളർ, ചിലയിടത്തൊക്കെ മഞ്ഞ കളറായിട്ടാണ് കിടക്കണം, ചിലയിടത്തൊക്കെ ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിക്ക സ്ഥലത്തൊക്കെ പറിച്ചു തുടങ്ങി. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, ഇതാണ് ഗേറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ അടിച്ച് കയറി. ഇതാണ് വില്ല, അവിടെ എന്തോ പണിതുകൊണ്ടിരിക്കുക. കണ്ണൊന്നും കാണുന്നില്ല, വെയിലടിച്ചിട്ടേ രക്ഷയില്ല. അയ്യോ, വെയിലൊക്കെ വന്നു.
സോറി ഗൈസ്, ഫേസ് ക്ലിയർ അല്ല. അതെ, പെട്ടെന്ന് ബിൽഡിങ് കൂടെ ഉള്ള ആൾ നേരത്തെ നടന്നു പോയി, കാരണം വഴി അറിയാൻ പാടില്ലാണ്ട് പെട്ടുപോയതാ, പറ്റിപ്പോയതാട്ടാ. എവിടെയാണ് മറന്നുപോയി. ഞാനോർത്ത് വീട് പോലെ ഉണ്ടേ, ഞാൻ വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ പോളിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ഡെൽമ മാളിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അവിടെ ലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. ചോറ്, കറികൾ, ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കോക്കക്കറി. അയ്യോ ഗൈസ്, ഞാൻ മറന്നു എന്തൊക്കെയാണ്, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എന്തൊക്കെയാണെന്ന് മറന്നുപോയി. അത് അപ്പോൾ ഓർക്കണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേക്കേ ഇത് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ പ്രിയം പോലും. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസത്തെ ഗ്യാപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പ്രിയയുടെയും എൻ്റെയും കല്യാണമൊക്കെ. അങ്ങനെ എനിക്കിവിടെ കൂട്ടെന്ന് പറയാനായിട്ട് പ്രിയ, കാരണം പ്രിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. എപ്പോഴും ഞങ്ങളാണ് എപ്പോഴും കറങ്ങാൻ പോകുന്നതൊക്കെ. പിന്നെ അങ്ങനെ കോണ്ടാക്റ്റൊക്കെ ഉള്ളത് ഇവരായിട്ടാണ്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ ഒരു ഐക്യയിൽ കയറാൻ വെച്ചു. ഐക്യയിൽ കയറാൻ വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് സാധനം നോക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മളും വെറുതെ പോയി അങ്ങനെ നമ്മൾ ചറവറ സാധനങ്ങൾ വാരിക്കൂട്ടി വാങ്ങിച്ചു. നമ്മുടെ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അങ്ങനെ ഐക്യയിലെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പഴയ പോലെ അല്ല, ഐക്യയിൽ കുറച്ച് കയറി ചെന്നപ്പോൾ തന്നെ ക്യാൻഡിൽ വെച്ചാൽ ക്യാൻഡിൽ ഭയങ്കര ഓഫറിലായിരുന്നു. അത് നല്ല ക്യാൻഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാൻഡിൽ, ഇതാണ് ക്യാൻഡിൽ. അങ്ങനെ അത് വാങ്ങിച്ചു, അത് ഓർമ്മ കൊടുത്ത് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറി അവരൊരു സോഫ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറി. അപ്പോൾ നമ്മളും അങ്ങനെ സോഫ നോക്കി. നമുക്ക് സോഫ ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ അവർ സോഫ നോക്കണ കൂട്ടത്തിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് കയറി നോക്കി. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഇടാട്ടാണ് ഞാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ, ഇവിടെ അബുദാബിയിൽ താമസിക്കുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കയറി. പിന്നെ ഫുൾ സെറ്റ് ഒരു വീട്ടിലേക്ക്, നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട എല്ലാ സാധനങ്ങളും ഐക്യയിൽ കിട്ടും കേട്ടോ. അത് ഫുൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, വേണമെങ്കിൽ ഫുൾ സെറ്റോടെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അതനുസരിച്ചിട്ട് നോക്കാം കേട്ടോ. ഞാൻ എല്ലാം എടുത്തിട്ടില്ല, അയക്കാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാം ഇതിൽ ഇത് ആഡ് ചെയ്ത് നിങ്ങൾ വെറുതെ അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പിന്നെയും വീഡിയോസ് എടുത്ത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടത്തേക്ക് സോഫ, ടേബിള്, ചെയർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ള സെക്ഷനാണിത്. പിന്നെ ചെറിയ നമ്മുടെ ടേബിള്, പിന്നെ ഇത് ഫോർക്ക്, സ്പൂണ്, പിന്നെ നമ്മൾ ബേക്ക് ചെയ്യണ എല്ലാ സംഭവങ്ങളാണിത്. ബേക്കിങ്ങിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഗ്ലാസ് കപ്പ് ഐറ്റംസ്, പിന്നെ കിച്ചണിലേക്ക് ഉണ്ട് അത് പാത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെയാണത്. പ്ലേറ്റ്, പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, കുക്കർ പോലത്തെ ഉള്ളത്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ. ഞാൻ എൻ്റെ കൂടെ തന്നെ വിലയും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ മീൻസ് അതിൻ്റെ ഓരോന്നിൻ്റെ താഴെ തന്നെ ഞാൻ ആ വിലയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് പിന്നെ ബേബികൾക്ക് വേണ്ടുള്ള ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനത്തെ ഐറ്റംസാണ്. അത് സെറ്റാണത്. പിന്നെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റ്, ബൗള്, അങ്ങനത്തെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കാനാണെങ്കിൽ 2 ദിർഹം ഉണ്ടായിരുന്നുള്ളൂ. അതായത്
1.99 അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലേറ്റാണ് ഞാൻ പറഞ്ഞത് 1.99 എന്ന് പറഞ്ഞത്. ജഗ്ഗിനൊക്കെ 15 ദർഹമാണ്. കപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാണ് കേട്ടോ ഫേസ്. ഇതാണ് പ്രീയും പോളും. ഫേസ് നേരത്തെ ഇതൊക്കെ കർട്ടൻസ് ആണ് കേട്ടോ ഗൈസ്. ഓരോന്നും അത് സെറ്റാണ്. അങ്ങനെ ഐക്യന്ന് ഇറങ്ങിയിട്ടുണ്ട്.
നമ്മളിങ്ങനെ ഡെൽമ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നമ്മൾ അവരവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. ഇനി നാളെ ഇനിയിപ്പോൾ മറ്റന്നാൾ പോകുന്നതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതെന്താക്കും എന്ന് പറയും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. 10:15 കഴിഞ്ഞോട്ടാ റൂമിൽ എത്തിയപ്പോഴേക്കും. ഇന്നെങ്കിലും നേരത്തെ എത്തണമെന്ന് നടത്താം, ഇന്ന് ലേറ്റാവും. അപ്പോൾ അത്രയൊക്കെ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.